ഇനി പെട്രോൾ ചരിത്രമാകുമോ? പെട്രോൾ പമ്പുകളിൽ E20 മാത്രമാകുമോ? പഴയ വാഹനങ്ങളിൽ ഇതടിച്ചാൽ എഞ്ചിൻ പണിയാകുമോ? സാധാരണ പെട്രോൾ ഇനി ലഭിക്കില്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാഹന ഉടമകളുടെ മനസ്സിലുയരുന്ന പ്രധാന സംശയങ്ങളാണ് ഇവ. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് E20? എന്തുകൊണ്ടാണ് സർക്കാർ ഇത് കൊണ്ടുവന്നത്? ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? അങ്ങനെ ഒരുപാട് ആശയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. എന്നാൽ ഈ ആശങ്കകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നമുക്ക് പരിശോധിക്കാം. E20 എന്നത് പുതിയൊരു ഇന്ധനമല്ല. 20% എത്തനോളും 80% പെട്രോളും ചേർന്ന മിശ്രിതമാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. എത്തനോൾ മിശ്രിതം ചേർന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് വണ്ടിയുടെ എഞ്ചിൻ തകരാറിലാകുമെന്നും പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നും ഇന്ധനത്തിൽ അമിതമായി വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വാദം പെട്രോളിയം മന്ത്രാലയം തള്ളി. വാഹന നിർമ്മാതാക്കൾ പറയുന്നത് 2023 ഏപ്രിലിന് ശേഷം പുറത്തിറങ്ങിയ E20 അനുയോജ്യ വാഹനങ്ങൾക്ക് ഇത് പ്രശ്നമില്ല. പഴയ വാഹനങ്ങളിലും വ്യാപകമായ എഞ്ചിൻ തകരാറ് നിലവിൽ കണ്ടെത്തിയിട്ടുമില്ല. E20 പദ്ധതി ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയും ആഗോള മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. മൈലേജ് കുറവെന്ന വാദം മന്ത്രാലയം ശരിവെച്ചു. എന്നാലും മൈലേജിൽ വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ പുതിയ തലമുറയിലെ വാഹനങ്ങൾക്ക് E20 ഉപയോഗിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. E20 ഉപയോഗിച്ചാൽ വാഹനത്തിന്റെ എഞ്ചിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അനുവദിക്കില്ലെന്ന തരത്തിൽ പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഈ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. E20 ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. E20 ഇന്ധനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടയിലാണ് ഇന്ത്യയും ബ്രസീലും ജൈവ ഇന്ധന മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കിയത്. ബ്രസീൽ ലോകത്തിലെ ഏറ്റവും വലിയ എത്തനോൾ ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ്. അവിടെ വർഷങ്ങളായി പെട്രോളിൽ ഉയർന്ന ശതമാനത്തിൽ എത്തനോൾ ചേർത്ത് ഉപയോഗിക്കുന്ന സംവിധാനമുണ്ട്. ഇന്ത്യയിൽ E20 പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ ബ്രസീലിന്റെ സാങ്കേതിക വിദ്യ, ഗവേഷണ പരിചയം, ഉൽപാദന രീതികൾ എന്നിവ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. എത്തനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കൽ, കരിമ്പ് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ കാര്യക്ഷമത ഉപയോഗം, ജൈവ ഇന്ധനങ്ങൾക്ക് മേലെയുള്ള നിക്ഷേപവും ഗവേഷണവും ശക്തമാക്കൽ എന്നിവയിലും ഇരു രാജ്യങ്ങളും സഹകരിക്കും. ഈ സഹകരണത്തിലൂടെ ഇന്ത്യക്ക് സ്വന്തം എത്തനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പെട്രോളിയം ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയ്ക്കാനും E20 പോലുള്ള പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ.